നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഋഷഭദേവന്റെ പുത്രനായ മഹാഭാഗവതനുമായ ഭരതൻ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് രാജ്യം ഭരിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് പഞ്ചജനിയിൽ സുമതി മുതലായ 5 പുത്രന്മാരുണ്ടായി. രാജാവ് പൂർവികന്മാരെ പോലെ പ്രജകളെ വാത്സല്യത്തോടുകൂടി ധർമ്മം തെറ്റാതെ രാജ്യം ഭരിച്ചു. ഭരതന്റെ ഭരണവൈശിഷ്ട്യത്താൽ അതുവരെ അജനാഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഭൂഖണ്ഡത്തിന് ഭാരതം എന്ന പേർ സിദ്ധിച്ചു. ഭരതൻ അനേകം യജ്ഞങ്ങളെക്കൊണ്ട് യജ്ഞപുരുഷനെ ആരാധിച്ചു. യാതൊരു ഫലവും കാക്ഷിച്ചില്ല. ഭഗവാൻ സന്തോഷിക്കണമെന്ന് മാത്രം സങ്കൽപ്പിച്ചു. അതിനാൽ വിഷയവാസനകളിൽ നിന്നും നിശേഷം മുക്തനായി. അന്ധകരണം രാഗാദിമലങ്ങൾ ധരിച്ച് നിർമ്മലമായി. ഹൃദയാകാശത്തിൽ ശ്രീ വാസുദേവന്റെ ദിവ്യമംഗള സ്വരൂപം തെളിഞ്ഞ് പ്രകാശിച്ചു. പ്രിയ ഭഗവാനിൽ അത്യുത്കടമായ ഭക്തിയുണ്ടായി. ഭഗവത് ഭജനത്തിൽ നിന്നും ഒരു നിമിഷം കൂടി വിട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രാജ്യഭോഗങ്ങളിലെല്ലാം കഠിനമായ വെറുപ്പുണ്ടായി. താമസം വിന രാജ്യം പുത്രന്മാരെ ഏൽപ്പിച്ച് പുലഹാശ്രമത്തിലേക്ക് പോയി. ആ പുണ്യതീർത്ഥത്തിൽ ഗണ്ഡകി തീരത്തിൽ ഏകാന്തത്തിലിരുന്നു കൊണ്ട് മുഴുവൻ സമയവും ഭഗവാനെ ആരാധിച്ചു. വനത്തിൽ നിന്ന് ലഭ്യമായ പുഷ്പലതാദികളെ കൊണ്ട് ഇഷ്ടദേവനെ പൂജിച്ചു. മനസ്സ് നിശ്ചലവും പ്രശാന്തവുമായി ഭവിച്ചു. ശ്രീഹരിയിൽ അനുരാഗം സീമാതീതമായ ഹൃദയം ദ്രവിച്ചു. പ്രവൃത്തികളിൽ ശൈഥില്യം വന്നുകൂടി. ആനന്ദാധിക്യത്താൽ സർവാംഗം പുളകമണിഞ്ഞു. തൻ്റെ രമണന്റെ അരുണചരണാരവിന്ദങ്ങളെ ധ്യാനിച്ച് ആനന്ദത്തിൽ നിമഗ്നനായി പരിസരങ്ങളെല്ലാം മറന്നിരുന്നു. ഇതുപോലുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.